ഹലോ, ഇത് കണ്ടില്ലേ, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. ഇത് നമ്മൾ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇത് നമ്മൾ അർഹതപ്പെട്ട വീടുകളിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. പാവപ്പെട്ട കുറേ അർഹതപ്പെട്ട ആൾക്കാർ, ഇതും കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് അവരുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഡ്യൂട്ടിയാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഈ പൈസ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓരോ വീട്ടിലും കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അമ്മയുണ്ട് കൂടെ കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയും കൂടിയിട്ടാണ് പോകുന്നത്. ആ ഇതിൽ എത്രയുണ്ട് നോക്കേ. അല്ല 2000 എത്രയായി? പിടിച്ചോളേ. 1 2 3 4 5 ഇല്ലേ? 200 3200. പെൻഷൻ കൊടുക്കൽ ഡ്യൂട്ടി ആട്ടോ നമ്മുടെ പിണറായി സർക്കാരിൻ്റെ. അപ്പം ആ ഡ്യൂട്ടിയാണ് നമ്മുടെ അമ്മയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ പോയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരുപാട് പേര്, അർഹതപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഒട്ടും വയ്യാത്ത ആൾക്കാരും പാവപ്പെട്ട ആൾക്കാരും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടി മാത്രമാണ് നമ്മുടെ, ബാക്കിയെല്ലാം നമ്മുടെ സർക്കാർ തരുന്ന പൈസ ആട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഡ്യൂട്ടി മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ സന്തോഷം ഉണ്ടല്ലോ, ശരിക്കും പറയണമെങ്കിൽ അവരുടെ മനസ്സിലുള്ളൊരു പുഞ്ചിരിയുണ്ട്. നമ്മളെ കാണുമ്പോൾ തന്നെ പ്രത്യേകതരം ഒരു ചിരിയുണ്ട് അവർക്ക്. കാരണം മരുന്ന് മേടിക്കാനും കാശ് തികയാതെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോഴും കണ്ടില്ലേ, പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരാണ് കുറേ പേര്. അപ്പം ഇത് കാണുമ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷമാണ് അവരുടെ മനസ്സിന്. കാശ് കിട്ടി, ഇനിയിപ്പോൾ അവർക്ക് മരുന്ന് മേടിക്കാനും കുഴമ്പ് മേടിക്കാനുള്ള കാശൊക്കെ ആയിട്ടുണ്ട് എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. രണ്ടാളിയൊന്നും കാണില്ല. ഇത് 1 മാസത്തെ 1600. ഇത് 600 1 മാസത്തെ. ഇത് വേറെ മാസത്തെ 600. ഇത് വേറെ മാസത്തെ 1600. അങ്ങനെ 4 പെൻഷൻ 4 പെൻഷൻ കേട്ടാ. 2 മാസത്തെ 4 എണ്ണം ഉണ്ട്. പോട്ടെ. ജോലിയൊന്നും ആയിട്ടില്ല. ഇല്ലില്ല, ജോലിയായിട്ട് കല്യാണം കഴിക്കില്ലല്ലോ. പോട്ടെ, വാങ്ങാൻ പറ്റില്ല. ഇതൊക്കെ എടുക്കുന്നത് ഏകദേശം ഒരു ഉച്ച സമയം കേട്ടോ. മുട്ട വെയിലാണ്. ശരിക്കും നമ്മൾ സ്കിന്നൊക്കെ അങ്ങ് കറുത്തു പോകും. വെയിലും സമയവും നോക്കാതെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ. കാരണം നമുക്ക് മാക്സിമം എല്ലാ വീട്ടിലും എത്തിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിക്കണം. അപ്പം നമ്മൾ വെയിലൊക്കെ നോക്കിയിരുന്നാൽ നമുക്ക് സാധിക്കില്ല. 2 ദിവസം കൊണ്ട് തന്നെ എല്ലാം അവിടെ എത്തിക്കണം. അത് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വയ്യ മകൻ. പെൻഷന്റെ മകനെ പെൻഷൻ കൊടുക്കാൻ പറ്റില്ലേ? അവരുടെ മകൻ കിട്ടുവട്ടന്റെ പേരക്കുട്ടി ഇവരുടെ അറിയോ? ഓ 2 മാസത്തെ പറഞ്ഞു കൊടുക്കാൻ 3200 ആ റെസിപ്റ്റ് കൊടുക്കണം. പറഞ്ഞു കൊടുക്ക. എന്നാലും അത് കൊടുക്ക്.
ഒരു 10 രൂപ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അതിലൊക്കെ എഴുതിയിട്ടുണ്ട്. അത് പെൻഷൻ കൊടുക്കേണ്ട ഇടയിൽ ഒരു വീട്ടിലിതേ നമുക്ക് നല്ല വലിയ നാരങ്ങ അവർ തന്നിട്ടുണ്ട് കേട്ടോ. അവർ നമ്മൾ സ്നേഹം കൊണ്ട് തരുന്നതാട്ടോ. നമുക്ക് പേഴ്സണലി പരിചയമുള്ള ആൾക്കാരുമാണ്. അപ്പോൾ അവരുടെ സ്നേഹം കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് തരുന്നതാട്ടോ. അത് തിരുവയിൽ ഇതിൽ ഇതൊരാളുടെ 3200 ഇതോളെ ഒരാളുടെ. ഒരു വർഷം വരെ അമ്മ മരിച്ചതിൻ്റെ 2 മാസം കഴിഞ്ഞ് പോയതാണ്. ഇങ്ങനത്തെ അമ്മമാരെയൊന്നും ഇപ്പോൾ കാണാൻ കിട്ടില്ലല്ലോ. ഇനിയൊക്കെ അപൂർവല്ലേ. നേരെ നോക്കി നടത്തി പാടത്തും വരമ്പിലൂടെ ഒക്കെ നടന്നിട്ടാണ് ഞങ്ങൾ ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. തോനിയും തുറവയൊന്നും കാര്യമില്ല. ഈ ഒരു പെൻഷൻ കൊടുത്താൽ മാത്രം പോരാ കേട്ടോ. അതിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളൊരു പേപ്പറിനകത്ത് എഴുതിയിട്ട് നമ്മുടെ ബാങ്കിനെ ഏൽപ്പിക്കണം. അപ്പോൾ അതിൻ്റെ മരിച്ച ആൾക്കാരുടെ എണ്ണവും അതുപോലെ കൊടുത്ത ആൾക്കാരുടെ എണ്ണവും അങ്ങനെ പലതരം പെൻഷനാണ് ഇതിനകത്ത് വരുന്നത്. വിധവാ പെൻഷൻ, അതുപോലെ വാർദ്ധക്യ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് പലതരം പെൻഷനാണ് വരുന്നത്. അതൊക്കെ സെപ്പറേറ്റാക്കി നമ്മൾ ഓരോ പേജിലാക്കി എഴുതി കണക്ക് കറക്റ്റാക്കി ബാലൻസുള്ള എമൗണ്ടൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ ബാങ്കിൽ കൊണ്ട് ഏൽപ്പിക്കണം. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇടുന്ന വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾ കാണുക. പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഫേസ്ബുക്കിനകത്ത് ആരും നമ്മളെ ഫോളോ ചെയ്യുന്നില്ല. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്തായാലും ലൈക്കും ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. ആരും മറക്കരുത് പ്ലീസ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ഇങ്ങനെ ചെയ്യുന്നത്. വീണ്ടും നമുക്ക് അടുത്തോടെ കാണുന്നവരേക്കും എല്ലാവർക്കും